ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നാണ് അങ്ങനെ നമ്മളെ കാത്തിരുന്ന നമ്മുടെ മോളുടെ ആദ്യത്തെ ജന്മദിന ദിവസം എന്നാണ് കേട്ടോ, 26-ാം തീയതി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അത് രാവിലെ 5 മണിക്ക് 5:15 ടൈമിലാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകണവിടെ വേറെ എവിടെ അല്ല, നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കറിൻ്റെ പിന്നെ ഫാമിലി, അതായത് നൗഫലും ഉമ്മായും സീനുവും കുട്ടികളൊക്കെ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി 25-ാം തീയതി രാത്രി ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്ര മണിക്ക് എത്തിയ ചക്കരെ? ഒരു 1:30 മണിയായി, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെത്തി, പിന്നെ വന്നു, നമ്മൾ ചായയൊക്കെ ഇട്ട് കൊടുത്തുല്ലേ. അവർ വന്ന് കിടന്നപ്പോഴൊക്കെ പിന്നെ അതിന് ശേഷം 2 മണിയൊക്കെ ആയി. അപ്പോൾ 2 മണിക്ക് കിടന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു 5 മണി, 4:30, 4:45, 5 മണിയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കറിൻ്റെ താത്തായും പിന്നെ ഫാമിലിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. അതായത് സൗഫിയും പിന്നെ അളിയനും മുബാറക്ക് അളിയനും കുട്ടികളൊക്കെ സേലത്തു നിന്ന് വരികയാണ്. അപ്പോൾ അവർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലാണ്. ഓക്കെ, അപ്പോൾ രാവിലെ ഒരു 6-6:30 ടൈം ആകുമ്പോൾ നമ്മുടെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. അപ്പോൾ പോകുന്നത് ഞാനും ചക്കരയുണ്ട്, ചക്കര സൈഡിലുണ്ട്, കുട്ടിക്ക് ഫീഡ് ചെയ്യാനാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഈ നേരത്തല്ലാതെ വരാനൊന്നും കഴിയില്ല, ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം ഇത്രയും ദൂരമുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെയാലും പോയി 10-33 കിലോമീറ്ററോളം റെയിൽവേ സ്റ്റേഷൻ ദൂരമുണ്ട്. മാത്രമല്ല ഈ സമയത്ത് വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഇങ്ങോട്ട് വരാൻ അറിയില്ല, മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ പോയി അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഉമ്മായി മറ്റേ നൗഫലെല്ലാവരും അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ രാത്രിയായി എത്തിയത്. മാത്രമല്ല നൗഫൽ ഇന്നലെ അവിടെ നിന്ന് അത്രയും ദൂരം ഒറ്റയ്ക്കല്ലേ വണ്ടി ഓട്ടി വന്ന്, അതുകൊണ്ട് അതിൻ്റെതായ ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും അവരൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നല്ല അവരെ 4 പേരെ നമുക്ക് പിക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയിൽ നേരെ വരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും എത്ര മണിക്ക് എത്തണം അറിഞ്ഞ്? 6:30 ആവുമെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി വിളിച്ചപ്പോൾ ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവിടെ നിന്ന് എന്തായാലും ഒരു 2 മണിക്കൂർ ടൈം എടുക്കും. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നേരെ പോയിട്ട് അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരാം അല്ലേ. ഓക്കെ, നമുക്ക് നേരെ പിക്ക് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ എന്തായാലും അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ബർത്ത്ഡേ വീഡിയോസൊക്കെ നമ്മൾ വരും, വീഡിയോസിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തണമെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അവരെ പിക്ക് ചെയ്ത് തരില്ലേ, പിക്ക് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. എന്നാലും പിന്നെ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ മറ്റൊരു വന്നിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ വന്നിട്ട് പിന്നെ അവരൊക്കെ ഇതാക്കണ തിരക്കിലായിപ്പോയി. ഓക്കെ, നമുക്ക് നേരെ പോയി പിക്ക് ചെയ്ത് തരാം ഗൈസ്. അങ്ങനെ സമയം ഏകദേശം ഒരു 6:45 ആയപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല മഴക്കാറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴക്കാറ്. തോക്കടി ചക്കര് മഴ മൂടി കിട്ടിയത് നോക്ക്. അപ്പോൾ കുറച്ച് മുന്നേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/2 മണിക്കൂർ മുന്നേ വിളിച്ചപ്പോൾ കൊല്ലം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊല്ലത്തിന് അടുത്ത സ്റ്റെപ്പ് വർക്കല തന്നെ ഉണ്ടാവുക. ഒരു 6:45, 6:50 എത്തുന്ന പറഞ്ഞത്. അപ്പോൾ 6:45 ടൈം ആയില്ലേ. അപ്പോൾ ചക്കര അതാ ബർത്ത്ഡേ ഗേളേ എന്താണ് ബർത്ത്ഡേ ഗേൾ അവിടെ TV പിടിക്കണം ഗൈസ്. ആരൊക്കെ വരണത്? ഇന്നലെ ആരൊക്കെ വന്നത്? ഇന്നലെ അലേഹത്താത്ത വന്നു, അബ്ബു അനിയൻ വന്നു, നൗഫല് മാമ വന്നു, ഉമ്മമ്മ വന്നു, സീനു അമ്മായി വന്നു, എല്ലാവരും വന്നു അല്ലേ. അതൊരു ട്രെയിൻ വരുന്നുണ്ട് ചക്കരെ, അങ്ങോട്ടാണല്ലേ അത്. പിന്നെന്താ ഇന്നിപ്പോൾ അതടുത്ത സനത്താത്ത, മിയാസ്കാക്കും എല്ലാവരും വരുന്നുണ്ട്. സൗഫി ആരാ? അമ്മായിയോ? അല്ലല്ലോ മൂത്തമ്മ. മൂത്തമ്മ, അതെ. അപ്പൊ അത് അവരൊക്കെ വരുന്നുണ്ട്, ബർത്ത്ഡേക്ക് വരുന്നുണ്ട്. പെണ്ണെ ഉറക്കപ്പിച്ചാണ്. ഇറങ്ങിണ്ടാവൂല, അവരെത്തുണ്ടാവുള്ളൂ. കാരണം മറ്റത് വരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ ട്രെയിനിൻ്റെ സമയമല്ലേ, ഇന്ത്യൻ ട്രെയിൻ വരെ ടൈമല്ലേ. അപ്പം എന്തെങ്കിലും ട്രെയിന് പോകാനോ വരാനൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇറങ്ങിയെങ്കിൽ അവർ വിളിച്ചാൽ നമുക്ക് എന്തായാലും ഈ ക്രോസ് ചെയ്യണ ഈ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കയറാം, ഞാൻ അങ്ങോട്ട് കയറാം. പിന്നെന്താ, ഈ മാക്സി അല്ലേ വണ്ടിയിലിരുന്നു. ഈ ചക്കര ഇതിനകത്ത് തന്നെ പെട്ടെന്ന് ബാറ്റാൻ എടുക്കാനോ നിന്നില്ല. രാവിലെ പിന്നെ ഞാൻ ഉറങ്ങിപ്പോണ്ടല്ലോ ഉറക്കത്തിൽ വെച്ചിട്ട്. ഞാനിന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ 2-2:30 മണിയായി. എണീച്ചത് 4:30 എഴുന്നേക്കുകയും ചെയ്തു. 2 മണിക്കൂറാണ് ആകെ ഉറങ്ങിയത്. അപ്പോൾ ചക്കര 1 മണിക്കൂർ. അപ്പോൾ ഞാൻ വണ്ടി ഓട്ടണ ഇതല്ലേ, പുലർച്ചെ വണ്ടി ഓട്ടല്ലേ. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോണ്ടല്ലോ വിചാരിച്ചിട്ട് ചക്കര കൂടെ പോകുന്നതാണ്. എന്താ പൊന്നെ, വാ ഇങ്ങോട്ട് വാ. ഉണ്ടായോ? എന്താ ഉണ്ട്? എന്താ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? തനിക്ക് നിനക്കുണ്ടോ? നിനക്കോ? എന്ത് കഥ അതൊക്കെ. ഈയാണോ കാശ്മീരിൽ പോകാൻ പറഞ്ഞിരിക്കണം? മണാലിയിൽ പോകണമെന്ന് പറഞ്ഞ ചക്കര 23-ൽ AC ഇട്ടിട്ട് 23-ൽ 2 സ്പീഡിൽ ഇട്ടിട്ട് ചക്കരയ്ക്ക് പറ്റുന്നില്ല. ആ ചക്കര മണാലി പോകാൻ നിൽക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അവരെ പിക്ക് ചെയ്യാന്ന് വിളിച്ചോക്കെ ഇവിടെ എത്തുന്നൊന്നും കൂടി.
സലാം. വാ വാ വാ. എവിടെ ഇருக்கு? ഉണങ്ങിപ്പോയില്ലേ? ജിമ്മാ? ഓക്കെ ഓക്കെ. ഏയ് എപ്പടി இருக்குடா? വാ വാ വാ. ദാ വന്നു ധാര വന്നു നോക്ക്. മൂത്തമ്മ വന്നു, മൂത്താപ്പ വന്നു, ചാച്ച കാക്ക. എല്ലാരും ഉണ്ടോ? പക്ഷെ എല്ലാരും ഉണ്ട്. ഉറങ്ങിയിരുന്നു. ചക്കരണ്ടി ഉറങ്ങിയായിരുന്നു. ഇത്ര നേരം വെച്ചോളി, സാധനങ്ങൾ വെച്ചോളി. ഇത്ര നേരം ഇതിനുള്ളിൽ ഇരിക്കായിരുന്നു. ആരാ വിളിക്കണേ? അതാരാ വിളിക്കണേ? അതെ, എവിടെയോ കണ്ടിക്കണു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സീറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ? മതി, ഇനി ഒന്ന് വെക്കണ്ടോ ബാഗ്? എന്നാ പോ നമുക്ക്. ഡിക്കി നിങ്ങൾ ഇറങ്ങിക്കോളി, സാധനം ഞാൻ എടുക്കാം. വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ട് എടുക്കാം. ഡിക്കി അതിനുശേഷം തുറക്കാം. ഇറങ്ങിക്കോ. വീടെത്തി ഗൈസ്, വീടെത്തി. വണ്ടി നമ്മക്കേ മുന്നോട്ടാക്കിയിട്ട് ഒരു സാധനങ്ങൾ എടുക്കാം. അതുപോലെ കേറിക്കോ. കേറിക്കോ വാ. ട്രെയിൻ ലേറ്റായി ഇവർക്ക്, 10 മിനിറ്റോളം ലേറ്റായി. ശരിക്കും ഇങ്ങനെ വിളിച്ച പ്രകാരമാണെങ്കിൽ 7 മണിക്ക് എത്താനുള്ളതാണ് പേര്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്തിയത്. വരി അമ്മയൊക്കെ അടുക്കളയിൽ ഓരോ പണിയിലാണ്. ട്രെയിന് വീണ്ടും സ്പീഡ് കുറഞ്ഞു. അങ്ങോട്ടും കുറച്ചിറങ്ങി. പിന്നെ ഇവരെ കണ്ടപ്പോ ഇവരോടൊക്കെ പോയി. അതാണ് ഞാനും കണ്ടിട്ട് ചോദിച്ചത്. ആളറിയാൻ വയ്യ. നല്ല തടി കുറഞ്ഞേ. അതെ, ലഹരിയാണല്ലോ. തടി പറ്റിയായി. ചായ അടിക്കുമ്പോ ഇപ്പൊ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അത് നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അത് അവിടെയൊക്കെ മഞ്ഞിറങ്ങി നോക്ക്, കണ്ടോ? കോടമഞ്ഞ് കണ്ടോ? ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പോഴേ നല്ല മഴയുണ്ട്. ഈ ജൂൺ മാസമല്ലേ, പൊതുവെ മഴയുടെ മാസം തന്നെയാണ്. വെയിൽ നമുക്ക് തെന്നീന്തർക്ക് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിന് മഴ പ്രതീക്ഷ തന്നെയായിരുന്നു. ഓക്കെ, മാത്രമല്ല ഇന്നിപ്പോൾ നോമ്പും കൂടിയാണല്ലോ. ഇന്നലെ ഇന്നും നോമ്പാണ്, മുഹറത്തിൻ്റെ നോമ്പും കൂടിയാണ്. മുഹറം 9-10 നോമ്പും കൂടിയാണ്. അപ്പോൾ ഇപ്പോഴൊന്നുമില്ല, സ്കൂളും ലീവാണെന്ന് തോന്നുന്നു. ആണ് ലീവാണ്. ആദ്യം വ്യാഴാഴ്ചയായിരുന്നു കലണ്ടർ അവധി, അത് പിന്നെ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അല്ലാന അതിന് ഉറക്കം റെഡി ആയിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ നമ്മളെ കൂടെ. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഉമ്മമ്മ എവിടെ? ഉമ്മമ്മ ആരാ പറഞ്ഞു കുട്ടി നീളം വെച്ചെന്ന്? വെച്ചോ? നീളം വെച്ചിരിക്കേ? പാട്ട് കേട്ടോ? എന്ത് ബർത്ത്ഡേ പാട്ട് കേട്ടില്ലല്ലോ. ആരാ പാടി? ശരി, കേട്ടിട്ടില്ലേ? അതും കേട്ടില്ല. ബർത്ത്ഡേ പാട്ടൊക്കെ ആയി. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിയാ. ഇവിടെ ചക്കര എങ്ങട്ടാ പോയി? എന്ത്? ഓക്കെ, അങ്ങനെ നമ്മൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നോമ്പില്ലേ ചോദിക്കും. അവരത്രയും ദൂരത്ത് നിന്ന് യാത്ര ചെയ്തൊന്ന ആൾക്കാരാണ്. അപ്പോൾ നോമ്പ് ചില സുന്നത്ത് നോമ്പല്ലേ, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് എടുക്കാതിരിക്കും. അപ്പോൾ അവരെന്തായാലും അത്ര ദൂരത്ത് നിന്ന് യാത്ര ചെയ്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തായാലും നോമ്പെടുത്തുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്നു, ഭക്ഷണം ചായയൊക്കെ കൊടുത്തു, ഇഡ്ഡലി ദോശ അതൊക്കെ കൊടുത്തു. നോമ്പായത് കൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നോമ്പുണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നും തിന്നണമെന്നും കുടിക്കണമെന്നും വീഡിയോയിൽ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി അതാ അളിയനും സിനും ഉമ്മ എല്ലാവരും ഉണ്ട്. ഇവിടൊക്കെ നിറഞ്ഞ് ഫുള്ള് ആളുമൊക്കെ ആയിട്ട് നല്ല കസിൽ അങ്ങനെ പോവുകയാണ്. എന്തായാലും ഞാനിപ്പോൾ അതെ ഒന്നൊന്നും ജസ്റ്റ് ഒന്ന് കിടന്നതാണ്. കാരണം ഒന്നുകൂടി ഒന്ന് ഉറങ്ങിയാൽ തന്നെ റെഡി ആവുള്ളൂ. എനിക്ക് ഇന്നത്തെ ഉറക്കം അത് ശരിയായിട്ടുണ്ടായില്ല. ഇതെന്താ കണ്ണീർ റബ്ബേ, എന്താ കടിച്ചു.
അപ്പോൾ നല്ല 2 മണിക്കൂറാണ് ഉറങ്ങിയത്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയാൽ ഓക്കെ ആയി. കുറച്ചുകൂടെ കഴിഞ്ഞ് നീച്ചിട്ട് എനിക്ക് പള്ളിയിൽ പോകാനുള്ള നേരമാവും, ജുമാക്ക് പോകാനുള്ള നേരമാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പാടെ ചേർന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനലുണ്ടാവും, അളിയൻ്റെ നൗഫലിൻ്റെ ചാനലുണ്ടാവും, പിന്നെ സൗഫിയുടെ ചാനൽ അവരിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ബാക്കി വിഷയങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ മോൾക്ക് വിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി ബർത്ത്ഡേ വീഡിയോസൊക്കെ നമുക്ക് വരും വീഡിയോയിൽ കാണാം. ഓക്കെ.